ഒരു വലിയ കോടീശ്വരന്റെ മകനാണ് നമ്മുടെ കഥയിലെ ഹീറോ. സകല സുഖങ്ങളും നമ്മുടെ ഹീറോക്കുണ്ട്. കാരണം അച്ഛന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. എന്നാൽ പിന്നീട് നടക്കുന്ന ഓരോ സംഭവങ്ങളും വമ്പൻ ട്വിസ്റ്റുകളാണ്. 2020 ഇറങ്ങിയ ഈ സിനിമയുടെ പേരാണ് റിച്ച് ഇൻ ലവ്. ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോന്റെ അച്ഛൻ. ഇദ്ദേഹത്തിന്റെ പേര് തിയോഡോറോ ട്രെൻകോസോ എന്നാണ്. ഇദ്ദേഹം വലിയ കോടീശ്വരനാണ്. അതായത് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ട്രെൻകോസോ. ഇവരുടെ ബിസിനസ് തക്കാളിയാണ്. അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി തക്കാളിയാണ് ഇവരുടെ ഫാമിൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് കെച്ചപ്പ് പോലുള്ള പ്രൊഡക്ട്സും അവര് നിർമ്മിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ഇവരുടെ സ്ഥാപനങ്ങളുണ്ട്. അത്രത്തോളം ഫേമസ് ആണ്. അപ്പോ ഇവിടെ ട്രെൻകോസോ ഫാമിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് സ്വന്തം ഹെലികോപ്റ്ററിൽ വന്നു. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് നമ്മുടെ ഹീറോ ഉണർന്നു. സോ ഇതാണ് ടെട്ടോ, അഥവാ നമ്മുടെ കഥയിലെ ഹീറോ. ടെട്ടോന്റെ അടുത്ത് ഒരു പെണ്ണ് ഉറങ്ങുന്നുണ്ട്. അവളുടെ പേരെന്താണെന്ന് പോലും ടെട്ടോക്ക് അറിയത്തില്ല. അതായത് ഹീറോ ഒരു സ്പോയിൽഡ് ആയിട്ടുള്ള റിച്ച് കിഡ് ആണ്. അച്ഛന് അത്രയും പണം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും നമ്മുടെ ഹീറോന്റെ അടുത്ത് പെട്ടെന്ന് വളയും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറുന്നത് പോലെയാണ് ടെട്ടോ ഓരോ ദിവസവും ഗേൾ ഫ്രണ്ട്സിനെ മാറ്റുന്നത്. ടെട്ടോന്റെ അമ്മ ടെട്ടോനെ ലാളിച്ച് വളർത്തിയതാണ്. അച്ഛൻ എപ്പോഴും അവനെ ലാളിക്കരുത് എന്ന് ഭാര്യയോട് പറയും. കാരണം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് അച്ഛന് നന്നായി അറിയാം. അമ്മയോട് മകൻ പറയാണ്, ഇഗോർ വന്നാൽ അവനോട് പറയണം എന്റെ മുറിയിൽ ഒരു പെണ്ണ് ഉറങ്ങുന്നുണ്ട്, അവളെ ഒന്ന് പറഞ്ഞു വിടണമെന്ന്. അപ്പൊ ഇഗോർ ആരാണെന്ന് ചോദിച്ചാല് നമ്മുടെ ഹീറോന്റെ അച്ഛന്റെ ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ മകനാണ് ഇഗോർ. അതേപോലെ നമ്മുടെ ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് ഇഗോർ എന്ന ഈ പയ്യൻ. സോ ഇഗോർ ടെട്ടോന്റെ ബെഡ്റൂമിലുള്ള പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. സോ ഇവിടെ അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്, മോനെ നീ വളർന്നു, നിനക്ക് ഉത്തരവാദിത്തം വരേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് ഫാക്ടറിയിൽ നീ എന്നെ കാണുന്നു വരണം. നിന്റെ ബർത്ത്ഡേ അല്ലേ വരുന്നേ, അതിനെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് അച്ഛൻ മകനോട് പറഞ്ഞിട്ട് പോവുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. പുള്ളിക്കാരിയുടെ പേര് പൗള എന്നാണ്. പൗള താമസിക്കുന്നത് തന്റെ 2 കൂട്ടുകാരികളുടെ കൂടെയാണ്. അവരുടെ പേര് റൈസ എന്നും കാറ്റ്യ എന്നുമാണ്. ഇവര് 3 പേരും റിയോ എന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇദ്ദേഹമാണ് ഡോക്ടർ വിക്ടർ. പൗളയെ പഠിപ്പിക്കുന്ന ഡോക്ടറാണ്. ഇദ്ദേഹത്തിന് പൗളയോട് ഇഷ്ടമുണ്ട്. സോ ഈ ഡോക്ടർ കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് പൗളക്ക് ഭയങ്കര ശല്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അവരെ പഠിപ്പിക്കുന്ന സാർ ആയതുകൊണ്ട് തന്നെ പൗളക്ക് അദ്ദേഹത്തെ എങ്ങനെയും അവോയ്ഡ് ചെയ്യാനും കഴിയുന്നില്ല. സോ ഗൈസ്, ഇവിടെ നമ്മുടെ പൗളയും ഫ്രണ്ട്സും ഒരു ടൊമാറ്റോ കോൺസെർട്ട് എന്ന പരിപാടിക്ക് യാത്ര പുറപ്പെടുകയാണ്. സോ നമ്മുടെ ഇഗോർ എന്ന ഈ പയ്യൻ പഠിക്കാൻ മിടുക്കരാണ്. എന്നാൽ ഇഗോറിനെ വഷളാക്കുന്നത് നമ്മുടെ ഹീറോ ആണ്. ഹീറോക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അച്ഛന്റെ കയ്യിൽ പൂത്ത കാശുണ്ടല്ലോ. ഇഗോറിന് നന്നായി പഠിച്ച് റിയോ എന്ന സ്ഥലത്ത് കോളേജിൽ പോകണം എന്നാണ് വലിയ ആഗ്രഹം. എന്തായാലും ടെട്ടോ ഇഗോറിനെ കൂട്ടി ഒരു പുത്തൻ റേഞ്ച് റോവർ കാർ എടുത്ത് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹീറോ വളരെ വേഗത്തിൽ പോകുമ്പോഴാണ് ബസ്സിൽ നിന്ന് നമ്മുടെ പൗളയും ഫ്രണ്ട്സും ഇങ്ങനെ ഒരു കാർ വേഗത്തിൽ പോകുന്നത് കണ്ടത്. അപ്പൊ പൗള പറയാണ്, ഏതോ പണച്ചാക്കിന്റെ മകനാണ്, ഇവന്മാർക്കൊക്കെ വലിയ വിചാരമാണ്, എനിക്ക് പണ്ടേ ഇങ്ങനത്തെവന്മാരെ ഇഷ്ടമല്ല എന്നൊക്കെ നമ്മുടെ കഥാനായിക പറയുന്നുണ്ട്. അങ്ങനെ വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്ന നമ്മുടെ ഹീറോനെ പോലീസ് നിർത്തിച്ചു. എന്നാൽ ഓഫീസർ ടെട്ടോനെ കണ്ടപ്പോൾ ഷോക്കായി. ഓ, ട്രെൻകോസോ സാറിന്റെ മകനോ, മോനെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ എന്നൊക്കെ ഉപദേശിച്ച് ആ സാർ ടെട്ടോനെ വെറുതെ വിട്ടു. എന്നാൽ ആ പോലീസ് കാറിൽ ഒരു ഫീമെയിൽ ഓഫീസർ കൂടിയുണ്ട്. പുള്ളിക്കാരി ടെട്ടോനെ നിർത്തിച്ചു. എന്നിട്ട് പുള്ളിക്കാരി അവനെ ചെക്ക് ചെയ്യാണ്. എന്നെ എപ്പോഴാ നീ ഒന്ന് വിളിക്ക എന്നൊക്കെ പുള്ളിക്കാരി ടെട്ടോനോട് ചോദിക്കുന്നുമുണ്ട്. സോ ഗൈസ്, ടെട്ടോന്റെ നാട്ടിലെ പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാം അച്ഛന്റെ പണത്തിന്റെ സ്വാധീനത്തിലാണ്. സോ ഈ റേഞ്ച് റോവർ കാറുമായി ഹീറോ അച്ഛന്റെ ഫാക്ടറിയിലേക്ക് പോയി. എന്നിട്ട് അച്ഛനോട് എനിക്ക് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ റേഞ്ച് റോവർ കാറാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ ആ കാറ് മകന് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പകരം നിന്റെ ബർത്ത്ഡേ സമ്മാനം നമ്മുടെ കമ്പനിയിൽ നിനക്കൊരു ജോലിയാണ് എന്നും അച്ഛൻ പറയാണ്. അതായത് അച്ഛൻ ഇനി മകന് ഒന്നും ചിലവിനൊന്നും കൊടുക്കില്ല, പകരം കമ്പനിയിൽ ജോലി ചെയ്ത ശമ്പളം മാത്രമേ തരുകയുള്ളൂ എന്നും അച്ഛൻ ടെട്ടോനോട് പറയാണ്. സോ ഈ സ്ത്രീയാണ് മോണിക്ക. മോണിക്കാണ് ട്രെൻകോസോ കമ്പനിയിലെ ജൂനിയർ എക്സിക്യൂട്ടീവ്. അച്ഛൻ ടെട്ടോനോട് പറയാണ്, മോണിക്കാണ് നമ്മുടെ കമ്പനിയിലെ ജൂനിയർ എക്സിക്യൂട്ടീവ്, നീ അവൾ പറഞ്ഞതൊക്കെ കേട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. സോ ടെട്ടോ മോണിക്കിനോട് ചോദിക്കാണ്, എങ്ങനെയാണ് നിനക്ക് ഇവിടെ ജോലി കിട്ടിയത് എന്നൊക്കെ. അപ്പൊ പുള്ളിക്കാരി പറയാണ്, ഞാൻ ഒരു പാവപ്പെട്ട നാട്ടിൽ നിന്ന് വരുന്നതാണ്. റിയോയിൽ ഞാൻ ട്രെൻകോസോ ട്രെയിനി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവിടുന്ന് 10 പേരിൽ നിന്ന് അവർ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് നിന്റെ അച്ഛന്റെ ഈ കമ്പനിയിൽ ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലി കിട്ടിയത്. സോ ഇവിടെ ടൊമാറ്റോ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മുടെ ഹീറോന്റെ അച്ഛന്റെ കമ്പനി തന്നെയാണ്. അവിടത്തേക്കാണ് പൗളിയും ഫ്രണ്ട്സും ടൂർ വന്നത്. സോ അവിടുന്ന് ഇഗോറിനോട് ടെട്ടോ പറയാണ്, നിനക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട് എന്ന്. അപ്പോ ഈ സ്ത്രീയുടെ പേരാണ് സെൽമ. ഇഗോറിന്റെ ക്രഷ് ആണ് സെൽമ. അപ്പോ സെൽമയെ ഈ പാർട്ടിക്ക് ടെട്ടോ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ ഇഗോറിന് സെൽമയെ ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമാണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ടെട്ടോ ഇഗോറിനെ കൂട്ടി സെൽമയുടെ അടുത്തേക്ക് പോയപ്പോൾ
സെൽമയാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ടെട്ടോനെ കേറി അങ്ങ് കിസ്സടിച്ചു. അത് കണ്ട് ഇഗോറിന് ശരിക്കും സങ്കടമായി. ഇഗോർ അവിടുന്ന് നടന്നുപോയി. ടെട്ടോ പിന്നാലെ പോയി ഇഗോറിനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഇഗോർ പറയാണ്, നിന്റെ വിചാരം എന്താണ്? നിന്റെ സ്വഭാവം കണ്ടാണോ ഈ പെണ്ണുങ്ങളൊക്കെ നിന്റെ പിന്നാലെ വരുന്നത് എന്നാണോ? അല്ല, എല്ലാവരും നിന്റെ പണം കണ്ടാണ് നിന്റെ അടുത്ത് ഇഷ്ടം കാണിക്കുന്നത്. നിന്റെ ഈ എക്സ്പെൻസീവ് ജാക്കറ്റ്, തൊപ്പി, നിന്റെ അച്ഛന്റെ പണം ഇതൊന്നും നിനക്ക് ഇല്ലെങ്കിൽ നീ വെറും പൂജ്യമാണ് എന്നൊക്കെ ഇഗോർ ടെട്ടോനോട് പറയാണ്. അതായത് ഇഗോർ ശരിക്കും ഹേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ ഹീറോക്കും ശരിക്കും വിഷമമായി. എന്നിട്ട് ഹീറോ പറയാണ്, എന്റെ അച്ഛന്റെ പണം കണ്ടൊന്നുമല്ല, ഇവർക്കെല്ലാം എന്നെ ശരിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തന്നെ ജാക്കറ്റും തൊപ്പിയൊക്കെ വലിച്ചെറിയാണ് നമ്മുടെ ഹീറോ. പിന്നെ ഗൈസ്, ഈ ഫെസ്റ്റിവൽ ആൾക്കാർ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരുപാട് തക്കാളികൾ ഉണ്ടാവും. ഈ തക്കാളികൾ എല്ലാവരും എടുത്ത് അപ്പുറവും ഇപ്പുറവും എറിഞ്ഞാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത് കണ്ട് പൗളക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഭക്ഷണ സാധനമാണല്ലോ എല്ലാവരും എറിഞ്ഞു കളിക്കുന്നത്. പിന്നെ ടെട്ടോ അറിയാതെ ഒരു തക്കാളി പൗളയുടെ ദേഹത്ത് എറിഞ്ഞു. അതായിരുന്നു അവരുടെ ഫസ്റ്റ് മീറ്റ്. അത് പൗളക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സോറി എന്നൊക്കെ പറഞ്ഞ് ടെട്ടോ പോയപ്പോഴാണ് അവിടെ കുറച്ച് ആൾക്കാർ വന്ന് പൗളയോട് മോശമായി പെരുമാറിയത്. ഇത് കണ്ട് തടയാനായി ടെട്ടോ പോയപ്പോൾ അവര് ടെട്ടോന്റെ മൂക്കിനിട്ട് തന്നെ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഇത് ടെട്ടോ ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ അവര് പേടിച്ച് അവിടുന്ന് സ്ഥലം കാലിയാക്കി. എന്നാൽ ഡോക്ടർ അവൻ പഠിക്കുന്ന പൗള ടെട്ടോനെ കൂട്ടി അവിടുന്ന് പോവുകയാണ്. മൂക്കിൽ നല്ലോണം മുറിവ് പറ്റിയിട്ടുണ്ട്. പൗള പറയാണ്, പേടിക്കേണ്ട, ഞാൻ റിയോയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്, ഇതെനിക്ക് റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോന്റെ മൂക്ക് ശരിയാക്കുകയാണ്. സോ ആ സമയമാണ് അവര് ടെട്ടോനോട് പറഞ്ഞത്, ഈ വരുന്ന ശനിയാഴ്ച കാറ്റിയുടെ കല്യാണമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു വിസിറ്റ് നടത്തിയത്. പിന്നെ കഴിച്ച് വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അറിയില്ല ടെട്ടോ വലിയ പണക്കാരന്റെ മകനാണ്. അതേപോലെ ടെട്ടോ ആണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് എന്നൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ പൗള പറയാണ്, ഏതവരാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്? എന്ത് വൃത്തികെട്ട പരിപാടിയാണിത്? എത്ര ഭക്ഷണമാണ് ഇവര് വേസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ പറയുന്നത് ആരോടാ? ടെട്ടോനോട് തന്നെ. അപ്പൊ പൗലയുടെ ഈ സ്വഭാവമൊക്കെ കണ്ട് ടെട്ടോക്ക് പൗലയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. ശേഷം പൗലയോട് ടെട്ടോ പറയാണ്, എന്നെ ഒന്ന് ആ ഫാമിൽ കൊണ്ടാക്കുമോ എന്ന്. അങ്ങനെ പൗല ടെട്ടോനെ കൂട്ടി ഫാമിലേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് നീ താമസം എന്ന് പൗല ചോദിച്ചപ്പോൾ, അതെ, എന്റെ അച്ഛൻ ഈ ഫാമിലെ തൊഴിലാളിയാണ്, ഞാൻ ഇവിടെയാണ് താമസം എന്നും ടെട്ടോ പൗളയോട് കളവ് പറയുകയാണ്. കാരണം ടെട്ടോക്ക് മനസ്സിലായി പൗളക്ക് ഈ പാർട്ടി നടത്തിയതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അത് താനാണ് എന്ന് പറഞ്ഞാല് പൗളക്ക് തന്നോടുള്ള ഇംപ്രഷൻ പോവും. അതേപോലെ ടെട്ടോക്ക് ആണെങ്കിൽ പൗളയോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുമുണ്ട്. നാളെ ഒന്ന് കാണാൻ കഴിയൂ എന്ന് ടെട്ടോ ചോദിച്ചപ്പോൾ, ഇല്ല, ഞാൻ നാളെ റിയോയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നും പൗള ടെട്ടോനോട് പറഞ്ഞു. അടുത്ത ദിവസം ഹീറോ പുറത്തുനിന്ന് ഹോണടി ശബ്ദം കേട്ട് ഉറങ്ങി എഴുന്നേറ്റു. എന്നിട്ട് അത് നോക്കാനെ പുറത്തേക്ക് പോയപ്പോൾ ദാ അച്ഛൻ ആ റേഞ്ചർ ഓവർ വാങ്ങിയിട്ട് വന്നിരിക്കുന്നു, മകന്റെ പിറന്നാൾ സമ്മാനം. അച്ഛൻ പറയാണ്, കമ്പനിയിൽ ജോലിക്ക് കയറിയതല്ലേ നീ, അതുകൊണ്ടാണ് ഞാൻ ഈ റേഞ്ചർ ഓവർ സമ്മാനമായി തന്നത്. ഇനി മുതൽ ഞാൻ നിനക്ക് ചെലവിനൊന്നും തരില്ല, എല്ലാം നീ തന്നെ സ്വന്തമായി നോക്കണം, കിട്ടുന്ന ശമ്പളം സൂക്ഷിച്ചു ചിലവാക്കണം. അപ്പൊ ടെട്ടോ പറയാണ്, അച്ഛ, എനിക്ക് അച്ഛന്റെ കെയർ ഓഫിൽ ഈ ജോലി വേണ്ട, ഞാൻ എല്ലാവരും ഈ ജോലിക്ക് കയറുന്നത് പോലെ റിയോയിൽ പോയി പഠിച്ച് ഞാൻ ഈ ജോലി സ്വന്തമായി വാങ്ങിച്ചെടുക്കും. അപ്പൊ ഇത് കേട്ടപ്പോ അച്ഛന് കൂടുതൽ സന്തോഷമായി. കാരണം എന്റെ മകന് പക്വത വന്നല്ലോ എന്ന് ആലോചിച്ചു. എന്നാൽ മകൻ റിയോയിലേക്ക് പോകുന്നത് അവിടുന്ന് പൗളയെ കണ്ട് പുള്ളിക്കാരിയെ വളച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇഗോറിനെ കണ്ട് ടെട്ടോ ഈ കാര്യം പറയാണ്, അതായത് ഞാൻ റിയോയിലേക്ക് പോവുകയാണ്, നീയും എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. അപ്പൊ ഇഗോർ പറയാണ്, ആദ്യമായി ഒരു പെണ്ണ് നിന്നെ ഇഗ്നോർ ചെയ്തപ്പോ നീ അവൾക്ക് വേണ്ടി നന്നാവാൻ തീരുമാനിച്ചോ? അപ്പൊ ടെട്ടോ പറയാണ്, അവൾ എന്തോ മറ്റുള്ളവരെ പോലെയല്ല, എനിക്കെന്തോ അവളോട് വേറെ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അവൾക്ക് ഞാൻ ആരാണെന്ന് പറഞ്ഞാല് അവൾക്ക് ചിലപ്പോ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് റിയോയിലേക്ക് പോയാലും ഞാനായിരിക്കും ഇഗോർ, നീ എന്റെ പേരിൽ അവിടെ പോയാൽ മതി. അതായത് പാവപ്പെട്ട തൊഴിലാളിയുടെ മകനാണ് ഇഗോർ. ഇഗോർ ആയിട്ടായിരിക്കും റിയോയിൽ നമ്മുടെ ഹീറോ പോവുക. ഇഗോർ പണക്കാരന്റെ മകൻ ടെട്ടോ ആയിട്ടും. നീ ജയിച്ചാൽ നിനക്ക് ഞാൻ എന്റെ ഈ റേഞ്ചർ ഓവർ കാർ സമ്മാനമായി തരുമെന്നും ടെട്ടോ ഇഗോറിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവര് റിയോയിലേക്ക് വിട്ടു. റിയോയിലെ അച്ഛന്റെ വലിയ ഒരു അപ്പാർട്ട്മെന്റിലാണ് അവരുടെ താമസം. സോ ഇവിടെ നമ്മുടെ ഹീറോ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചു പോകുന്നത് കാറ്റിയുടെ കല്യാണത്തിനാണ്, പൗളയെ കാണാൻ വേണ്ടി. അപ്പൊ കോട്ടും സൂട്ടും ധരിച്ച് കണ്ണാടി നോക്കിയപ്പോ ഹീറോക്ക് മനസ്സിലായി, എങ്ങനെ പോയാൽ ഞാൻ പണക്കാരനാണ് എന്ന് അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഹീറോ ചെയ്തത് അവിടെ ഒരു ക്ലീനർ ഉണ്ട്, അദ്ദേഹത്തോട് പറയാണ്, എനിക്ക് താങ്കളുടെ ഡ്രസ്സ് വേണം, പകരം എന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ കോട്ടും സൂട്ടും ഞാൻ തരാം. അതേപോലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ 2 ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ നമ്മുടെ ഹീറോ ക്ലീനർ ആയിട്ട് അവിടെ കയറി ചെന്നു. അപ്പോതാ പൗളയും ഫ്രണ്ട്സും ഒക്കെ അവിടെയുണ്ട്. അവര് ടെട്ടോനെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഡോക്ടർ വിക്ടർ പൗളയുടെ പിന്നാലെ തന്നെ ശല്യമായിട്ടുമുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ വന്നത്. ഈ സ്ത്രീയുടെ പേര് ഹീറോക്ക് ഓർമ്മയില്ല. എന്നാൽ പുള്ളിക്കാരി ഹീറോന്റെ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു. ധാരാളം ഗേൾഫ്രണ്ട്സ് ഉണ്ടായത് കാരണം തന്നെ നമ്മുടെ ഹീറോക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല. സോ കല്യാണ പെണ്ണിന്റെ കസിനാണ് ഇത്. നീ എന്താ ഇവിടെ, നീ എന്താ ക്ലീനർ ആയിട്ട് എന്നൊക്കെ ഈ സ്ത്രീ ടെട്ടോനോട് ചോദിക്കാണ്. ഒന്നും
വിശദീകരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഹീറോ നൈസ് ആയിട്ട് എസ്കേപ്പ് അടിച്ചു. എന്നിട്ട് പൗള ഡോക്ടർ വിക്ടറിന്റെ ശല്യം കാരണം സങ്കടത്തോടെ അവിടെ ഒരു ബാൽക്കണിയിൽ ഒറ്റക്ക് നിൽക്കുകയാണ്. അങ്ങനെ പൗളയെ കാണാനായി ഹീറോ ചെന്നു. എന്നിട്ട് പെട്ടെന്ന് കണ്ട് സർപ്രൈസ് ആയ പോലെ ടെട്ടോ അഭിനയിക്കുകയാണ്. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ വിക്ടർ വീണ്ടും വന്നു. ക്ലീനറിന്റെ പണി നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ വിക്ടർ പൗളയെ കൂട്ടി പോവുകയാണ്. എന്നാൽ ദേഷ്യത്തിൽ പൗള വിക്ടറിന്റെ കൈ തട്ടി മാറ്റി നമ്മുടെ ടെട്ടോനെ പോയി കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച് ഡോക്ടർ വിക്ടർ അവിടുന്ന് ഇറങ്ങിപ്പോയി. സോ പൗളക്ക് ആ ഡോക്ടറിന്റെ അടുത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ആ രാത്രി അവര് ബീച്ചിലെ സംസാരിച്ച് നടക്കുമ്പോൾ ടെട്ടോ ദാരിദ്ര്യം പറയാണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നാട്ടിൽ വന്നത്, ആദ്യമായിട്ടാണ് ഞാൻ ബീച്ച് കാണുന്നത്. ചെറുപ്പം തൊട്ടേ ഞാൻ ആ തക്കാളി ഫാമില് അച്ഛന്റെ കൂടെ ജോലി ചെയ്യുമായിരുന്നു. വിശപ്പടക്കാൻ ഞാൻ തക്കാളിയാണ് കഴിക്കാറുള്ളത്. എന്നാൽ എനിക്ക് ആ ജീവിതം മടുത്തു. എനിക്ക് നന്നായി പഠിച്ച് അവരുടെ കമ്പനിയിൽ തന്നെ നല്ല ജോലി വാങ്ങണം. അതിനായി പഠിക്കാനാണ് ഞാൻ റിയോയിൽ വന്നത് എന്നൊക്കെ പൗളോട് ടെട്ടോ പറയാണ്. അതായത് ലോക തള്ളാണ് നമ്മുടെ ഹീറോ പൗളയോട് പറയുന്നത്. സോ ഇന്നാണ് നമ്മുടെ ടെട്ടോന്റെയും ഇഗോറിന്റെയും ആദ്യത്തെ ദിവസം. അപ്പോ ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് മാത്രമേ ഈ ജോലി കിട്ടുകയുള്ളൂ. സോ അവിടെ പോയപ്പോൾ തന്നെ അവര് കണ്ടത് മോണിക്കിനെയാണ്. മോണിക്കിന്റെ ജൂനിയർ എക്സിക്യൂട്ടീവ് ജോലി നഷ്ടമായി. അതുകൊണ്ട് പുള്ളിക്കാരി വീണ്ടും ട്രെയിനിങ്ങിനായി ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് സെലിയോ, ഇദ്ദേഹമാണ് മാർക്കറ്റിംഗ് ഡയറക്ടർ. ആൻഡ് ഇതാണ് അവരുടെ ട്രെയിനർ അലാന. അപ്പോ പറഞ്ഞതുപോലെ ഇഗോർ ആണ് ഇവിടെ ടെട്ടോ ആയിട്ടുള്ളത്, ടെട്ടോ ഇഗോർ ആയിട്ടുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇഗോറിനെ അവിടുത്തെ ആൾക്കാർ സ്പെഷ്യൽ ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം മുതലാളിയുടെ മകനാണല്ലോ. പിന്നെ അലാന എന്ന ഈ സ്ത്രീക്കാണെങ്കിൽ ഇഗോറിനെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. പിന്നെ ടെട്ടോനെ അവർക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ടെട്ടോ ആളൊരു മണ്ടൻ കളിയാണ് എല്ലാത്തിനും. ഒരു കാര്യത്തെക്കുറിച്ചും പുള്ളിക്ക് ഒരു അറിവുമില്ല. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഇവനാണ് യഥാർത്ഥ ടെട്ടോ അഥവാ മുതലാളിയുടെ മകൻ എന്നും അറിയത്തില്ല. സോ ഇങ്ങനെ പോയാൽ നമ്മുടെ ഹീറോ പെട്ടെന്ന് പുറത്താവും. എല്ലാവരും ഇഗോറിനെ കാര്യമാക്കും. അപ്പൊ എങ്ങനെങ്കിലും ടെട്ടോക്ക് ഇവിടുന്ന് നന്നായി ട്രെയിനിങ് ചെയ്ത് വിജയിക്കണം. അതിനായി ടെട്ടോ മോണിക്കിനെ വിളിച്ചു. എന്നിട്ട് മോണിക്കിന്റെ വീട്ടിലേക്ക് തന്റെ റേഞ്ച് റോവർ കാറിൽ പോവുകയാണ്. റേഞ്ച് റോവർ അവിടെ കണ്ടപ്പോൾ ആള് കൂടി. കാരണം ചെറിയ ഒരു പ്രദേശമാണ് ഇത്. അവിടെ റേഞ്ച് റോവർ ഒക്കെ കണ്ടാൽ ആൾക്കാരൊക്കെ ശരിക്കും അത്ഭുതമാവും. മോണിക്ക് ടെട്ടോനോട് പറയാണ്, നിനക്ക് വട്ടുണ്ടോ ഈ സ്ഥലത്തൊക്കെ റേഞ്ച് റോവറുമായി വരാൻ? ഇതാണ് മോണിക്കിന്റെ വീട്. ഒരു ചെറിയ വീടാണ്. മോണിക്കിന് സുഖമില്ലാത്ത ഒരു സഹോദരിയുണ്ട്. സഹോദരിക്ക് ഒരു മകനുമുണ്ട്. സോ മോണിക്ക് ടെട്ടോനോട് ചോദിക്കാണ് എന്താണ് നിനക്ക് വേണ്ടത് എന്ന്. അപ്പൊ ടെട്ടോ പറയാണ്, എനിക്ക് എങ്ങനെങ്കിലും ആ ട്രെയിനിങ്ങിൽ വിജയിച്ച് അച്ഛന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ജോലിക്ക് കയറണം. എല്ലാവരും പറയുന്നത് ഞാൻ അച്ഛന്റെ മകൻ ആയതുകൊണ്ടാണ് എന്നെ എല്ലാവരും കാര്യമാക്കുന്നത്, അല്ലാതെ എന്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല. അതെനിക്കും അറിയാമെന്ന് മോണിക്ക് പറയാണ്. എന്നാൽ എനിക്കത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യണം. എനിക്ക് സ്വന്തമായി കഷ്ടപ്പെട്ട് ആ ജോലി വാങ്ങിച്ചെടുക്കണം. നീ ഓൾറെഡി ട്രെയിനിങ് പാസ്സായി ജോലി വാങ്ങിച്ചതല്ലേ, അതുകൊണ്ട് നീ വേണം എന്നെ സഹായിക്കാൻ എന്ന് മോണിക്കിനോട് ടെട്ടോ പറയാണ്. അപ്പൊ മോണിക്ക് പറയാണ്, സോറി എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിലേ ഞാൻ ഇവിടെ കഷ്ടപ്പാടിലാണ്. എന്റെ സഹോദരിയെ നോക്കാൻ എനിക്കൊരു ഡോക്ടറിനെ വേണം. അപ്പൊ ഹീറോ ചോദിക്കാണ്, ഡോക്ടറാണ് നിന്റെ പ്രശ്നം? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. സോ ടെട്ടോ കൂട്ടിക്കൊണ്ടുവന്നത് വേറെ ആരുമല്ല, പൗളയെ തന്നെയാണ്. അങ്ങനെ പൗള മോണിക്കിന്റെ ചേച്ചിയെ നോക്കുകയാണ്. ഈ സമയം മോണിക്കിനോട് ടെട്ടോ പൗള കാണാതെ പറയാണ്, എനിക്ക് ആ ജോലി എന്തായാലും വേണം. ഇനി എനിക്ക് ആ ജോലി നീ പറഞ്ഞതുപോലെ ചെയ്ത് കിട്ടിയാൽ എന്റെ റേഞ്ച് റോവർ കാർ ഞാൻ നിനക്ക് ഫ്രീ ആയി തരാം. ഇതേ കാര്യം ഞാൻ ഇഗോറിന്റെ അടുത്തും ബെറ്റ് വെച്ചിട്ടുണ്ട്. സോ അവന് ജോലി കിട്ടിയാൽ ഞാൻ എന്റെ കാർ അവന് കൊടുക്കും, എന്നാൽ എനിക്ക് ജോലി കിട്ടിയാൽ കാർ ഞാൻ നിനക്ക് തരും. സോ മോണിക്ക് ആ ഡീൽ ഓക്കെ ആക്കി. ഇനി മോണിക്കിന്റെ ലക്ഷ്യം നമ്മുടെ ഹീറോക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവന് ജോലി കിട്ടി തനിക്ക് ആ റേഞ്ച് റോവർ കാർ സ്വന്തമാക്കലാണ്. ഓക്കെ, അതിനുശേഷം മോണിക്ക് നമ്മുടെ ഹീറോക്ക് പല ടിപ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ഹീറോ കമ്പനിയിൽ പോയിട്ട് അതൊക്കെ ചെയ്യുന്നുമുണ്ട്. പിന്നെ മോണിക്കിനോട് പൗളയുടെ കാര്യം കൂടി ഹീറോ പറയാണ്. അതായത് ഞാൻ ഒരു പാവപ്പെട്ടവനാണ് എന്നാണ് അവളോട് കളവ് പറഞ്ഞത്. കാരണം എനിക്കറിയത്തില്ല അവൾ എന്നെ സ്നേഹിക്കുമോ അതോ അവൾ എന്റെ അച്ഛന്റെ പണത്തെ സ്നേഹിക്കുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ കളവ് പറഞ്ഞത്. നാളെ ഞാൻ അവളെ കാണാനേ പോകുന്നുണ്ട്. എവിടത്തേക്കാ പോകേണ്ടത്? എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമൊന്നും വേണ്ട എന്ന് മോണിക്കിനോട് പറഞ്ഞപ്പോൾ മോണിക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അതേപോലെ മോണിക്ക് പറയാണ്, അവളുടെ അടുത്ത് റേഞ്ച് റോവർ ഒക്കെ എടുത്തു പോയി മണ്ടത്തരം കാണിക്കരുത്, പബ്ലിക് ബസ്സിൽ പോകണം. അങ്ങനെ നമ്മുടെ ഹീറോ പൗളയെ കാണാനായി തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്തു പോവുകയാണ്. ബസ്സിലൊക്കെ കയറിയാൽ ടിക്കറ്റ് എന്ന സംഭവമൊക്കെ ഉണ്ട് എന്ന് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഹീറോ അറിയുന്നത്. അങ്ങനെ മോണിക്ക് പറഞ്ഞതുപോലെ ഒരു ഡാൻസ് ബാറിലേക്കാണ് പൗളയെ ഹീറോ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെ പൗളയെ ഇംപ്രസ് ചെയ്യാനായി ഹീറോക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തതും നമ്മുടെ മോണിക്ക് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പോളെ നമ്മുടെ ഹീറോയുമായി ഇഷ്ടത്തിലായിട്ടുണ്ട്. നീ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പൗള ഹീറോനോട് പറയാണ്. വാ, എന്നെ നീ നിന്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്ന് പൗള പറയാണ്. ദാ പെട്ട് നമ്മുടെ ഹീറോ. കാരണം വലിയ അപ്പാർട്ട്മെന്റിലാണ് ഹീറോ താമസിക്കുന്നത്. അപ്പോ തന്നെ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് ഹീറോ ഇഗോർ
ഇഗോറിന് മെസ്സേജ് അയച്ചു. അപ്പൊ ആ ബിൽഡിങ്ങിലെ വാച്ച്മാനെ പോയിട്ട് ഇഗോർ സോപ്പിട്ടു. സോ ആ വാച്ച്മാൻ ഹീറോന്റെ അങ്കിൾ ആയിട്ട് അഭിനയിച്ചു. അതായത് ഹീറോ വാച്ച്മാന്റെ മുറിയിലേക്കാണ് പൗളെ കൂട്ടി കൊണ്ടുപോയത്. വാച്ച്മാനെ ഇഗോർ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ടെറ്റോന്റെ മുറിയിൽ കിടന്നോ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയ റൂം കണ്ട് വാച്ച്മാൻ ആകെ ഷോക്കായി. പിന്നെ അതേപോലെ വാച്ച്മാന്റെ റൂം കണ്ട് ഹീറോയും ഷോക്കായിട്ടുണ്ട്. ടെറ്റോ പൗളോട് പറയാണ്, സോ സോറി, എനിക്ക് അറിയത്തില്ലായിരുന്നു എന്റെ അങ്കിളിന്റെ റൂം ഇത്രയും വൃത്തിയില്ലാത്തതാണ് എന്ന്. അപ്പൊ പൗളോ പറയാണ്, ഏയ് അതൊന്നും കുഴപ്പമില്ല, ഇത്രയും മതിയെന്ന്. അവരങ്ങനെ സോഫ എടുത്ത് പുറത്ത് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നല്ല അടിപൊളി ബീച്ച് വ്യൂ ഉണ്ട്. അവര് രണ്ടുപേരും അവിടെയാണ് ആ രാത്രി സമയം ചിലവഴിച്ചത്. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അവരുടെ കമ്പനിയിലേക്ക് പൗള ടെറ്റോനെ അന്വേഷിച്ചു വന്നു. അപ്പൊ അവിടെ നേരെ തിരിച്ചാണ്. അതായത് ഇഗോർ ആണ് ടെറ്റോ, ടെറ്റോ ആണ് ഇഗോർ. എന്നാൽ ഇഗോറിന് തന്റെ റേഞ്ച് റോവർ കാറിന്റെ താക്കോല് കൊടുത്ത് അലാനെ കൂട്ടി ഇവിടുന്ന് എങ്ങനെങ്കിലും പോകാനായി ഹീറോ പറയാണ്. അല്ലെങ്കിൽ അലാന പൗളയുടെ മുന്നിൽ വെച്ച് ടെറ്റോനെ ഇഗോർ എന്ന് വിളിച്ചാൽ എല്ലാം അവിടെ തീർന്നു. സോ ഇഗോർ അലാനെ കൂട്ടി പോവുകയാണ്. അലാന പറയാണ്, എനിക്ക് റെസ്റ്റോറന്റിലേക്കൊന്നും പോകേണ്ട, നമുക്ക് നിന്റെ അപ്പാർട്ട്മെന്റിൽ പോകാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണമാക്കാം എന്നൊക്കെ. അതായത് അലാനക്ക് ഇഗോറിനോട് ഇഷ്ടമുണ്ട്. ആൻഡ് ഗൈസ്, ഇഗോറും അലാനയും ആ രാത്രി ഇഷ്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അലാന രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഒരു വയസ്സായ ആളെയാണ്, അതായത് വാച്ച്മാൻ. അലാന വിചാരിച്ചത് അതാണ് ട്രെൻകോസ് എന്നാണ്, അതായത് കമ്പനി മുതലാളി. അങ്ങനെ അലാന അദ്ദേഹത്തോട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ നോക്കിയുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് അറിയത്തില്ല അങ്ങേര് ബിൽഡിങ്ങിലെ വാച്ച്മാൻ ആണ് എന്ന്. എന്തായാലും സത്യം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇഗോർ ഇത് എന്റെ അച്ഛനാണ് എന്ന രീതിയിൽ അഭിനയിച്ച് പിടിച്ചു നിന്നു. സോ ഈ ഡോക്ടർ വിക്ടർ ആണെങ്കിൽ പൗളോട് ഭയങ്കര ശല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പൗളയുടെ ഫ്രണ്ട്സ് എന്താ ചെയ്തതെന്നറിയോ? അവര് ഒരു ഡ്രിങ്കിൽ ഉറക്കാനുള്ള ഗുളിക പൊട്ടിച്ച് ഡോക്ടർ വിക്ടറിന് കൊടുത്തു. പാവം ഡോക്ടർ ഇതാ അവിടെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് കണ്ടില്ലേ. ശേഷം പൗള് നമ്മുടെ ഹീറോനെ കൂടെ പുറത്ത് കറങ്ങാനായി പോയി. ഗൈസ്, ഇനിയാണ് ഒരുപാട് ട്വിസ്റ്റുകൾ നടക്കാനായി പോകുന്നത്. അതായത് പെട്ടെന്നായിരുന്നു നമ്മുടെ ഹീറോന്റെ അച്ഛൻ അവിടെ വന്നത്. അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനാണ് അച്ഛൻ വന്നത്. അപ്പൊ ഫുൾ പെട്ട അവസ്ഥയായിട്ടാണുള്ളത്. അലാന ഇഗോറിനോട് പറയാണ്, നിന്റെ അച്ഛൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, മകനെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഞാനും എന്തായാലും വരുമെന്ന് അലാന ഇഗോറിനോട് പറയാണ്. സോ അവര് ടോട്ടലി പെട്ടുപോയിട്ടാണുള്ളത്. അപ്പൊ അച്ഛനോട് ടെട്ടോ പറയാണ്, മീറ്റിംഗ് ഞാൻ പറയുന്ന റെസ്റ്റോറന്റിൽ വെക്കണം, എനിക്ക് നല്ലൊരു റെസ്റ്റോറന്റ് അറിയാം. സോ എന്താ ഇവരുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ആ രാത്രി പൗലയുടെ കൂടെ ഒരു പാർട്ടിക്ക് പോകാം എന്ന് ടെട്ടോ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാർട്ടി നടക്കുന്ന തൊട്ടടുത്തുള്ള ഹോട്ടലാണ് ടെട്ടോ ചൂസ് ചെയ്തത്. അപ്പൊ ഇഗോർ പറയാണ്, അലാനക്കും വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവളെ എങ്ങനെയും ഒഴിവാക്കാൻ കഴിയില്ല, അവള് എന്ത് വന്നാലും അവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ വാച്ച്മാനെയും കൂട്ടി കുറച്ച് ആൾക്കാരെയും കൂട്ടി അതേ ഹോട്ടലിൽ നീ അലാനയുടെ കൂടെ കുറച്ച് ദൂരെ മാറിയിരിക്കുക എന്ന് ടെട്ടോ ഇഗോറിനോട് പറയാണ്. സോ വാച്ച്മാനും കുറച്ച് ആൾക്കാരും ഇവരെയൊക്കെ ഇഗോർ വാടക ഒപ്പിച്ചതാണ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് അഭിനയിക്കാനായി. സോ ഇവിടെയാണ് യഥാർത്ഥ മീറ്റിംഗ് നടക്കുന്നത്. അതേ റെസ്റ്റോറന്റിൽ കുറച്ച് ദൂരെ ആയിട്ടുള്ള ടേബിളിൽ വാടക ഒപ്പിച്ച ആൾക്കാരുടെ കൂടെ ഇഗോറും അലാനയും ഉണ്ട്. ഹീറോക്ക് പൗളെ കാണുന്ന സമയമായി. അപ്പൊ അച്ഛനോട് പറയാണ്, അച്ഛാ ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരുന്നു. എന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തന്നെ കോട്ടും സ്യൂട്ടൊക്കെ മാറ്റി വേറെ വസ്ത്രം ധരിച്ച് പൗളെ കാണാൻ ഓടി പോവുകയാണ് ഹീറോ. പിന്നെ ഗൈസ്, ഇവിടെ ഡോക്ടർ വിക്ടർ ഇപ്പോഴും നമ്മുടെ പൗളയുടെ പിന്നാലെയുണ്ട്. അങ്ങനെ ഒഴിവാക്കാനായിട്ട് പൗളയുടെ കൂട്ടുകാരികൾ വീണ്ടും ഗുളിക പൊട്ടിച്ച് ഡ്രിങ്കിൽ കലക്കി കൊടുക്കാനായി പോവുകയാണ്. ആ സമയമാണ് ടെട്ടോ അവിടത്തേക്ക് ഓടി വന്നതും ഒരു സൈക്കിൾ ഇടിച്ച് അവിടെ അപകടം പറ്റിയതും. അങ്ങനെ പൗള പെട്ടെന്ന് ഓടിച്ചെന്ന് ഹീറോക്ക് തന്റെ കൂട്ടുകാരുടെ കയ്യിലുള്ള ഡ്രിങ്ക് ടെട്ടോക്ക് കൊടുക്കുകയാണ്. അതായത് ആ ഡ്രിങ്കിലാണ് ഗുളിക പൊട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പൗളെ കണ്ടതിന് ശേഷം പൗളയോട് ടെട്ടോ പറയാണ്, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോ വരാം. ശേഷം ഹീറോ വീണ്ടും റെസ്റ്റോറന്റിലെ അച്ഛനെ കാണാൻ പോവുകയാണ്, കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചിട്ട്. ആ സമയമാണ് ടെട്ടോ ആ സത്യം മനസ്സിലാക്കിയത്. അതായത് തന്റെ അച്ഛൻ മോണിക്കിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത് ആ ജോലി ടെട്ടോക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന്. പിന്നെ നേരത്തെ ആ ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് തന്നെ ടെട്ടോന്റെ സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് ഒരു വിചിത്രമായ രീതിയിലാണ് മൂപ്പര് പെരുമാറുന്നത്. സോ പൗളെ കാണുന്ന സമയമായി വീണ്ടും ഹീറോ പൗളെ കാണുന്ന ഓടി പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ഹീറോ കോട്ടും സ്യൂട്ടും മാറ്റാൻ മറന്നുപോയി. അപ്പൊ എന്താ നീ ഈ വേഷത്തിൽ എന്ന് പൗളെ ചോദിച്ചപ്പോൾ ഹീറോ പറയാണ്, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരണേ പോയതാണ് എന്ന്. അങ്ങനെ ഹീറോ ഗിറ്റാറും പിടിച്ച് പാട്ടും പാടി നമ്മുടെ പൗളെ പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കാണാൻ വീണ്ടും സമയമായി. സോ പൗളോട് വീണ്ടും ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് വീണ്ടും അച്ഛനെ കാണാൻ ഹീറോ ഓടി പോവുകയാണ്. ആ സമയമാണ് കാറ്റിയുടെ കസിൻ അവിടെ വന്നത്. പുള്ളിക്കാരിക്ക് ടെട്ടോനെ മുന്നേ പരിചയമുണ്ട്. അതായത് ടെട്ടോന്റെ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു ഈ കസിൻ. അവൻ എന്താ ഇവിടെ എന്ന് കാറ്റിയോട് ചോദിച്ചപ്പോൾ കാറ്റി പറയാണ്, അത് എന്റെ ഫ്രണ്ട് പൗളയുടെ ബോയ് ഫ്രണ്ട് ആണ് എന്ന്. അപ്പോ ഈ കസിൻ പൗളോട് പറയാണ്, ഓ നീ ഭയങ്കര ലക്കി ആണല്ലോ, ട്രെൻകോസോന്റെ മകനെ തന്നെ ബോയ് ഫ്രണ്ട് ആയി കിട്ടിയല്ലോ എന്നൊക്കെ ഈ സ്ത്രീ പൗളോട് പറയാണ്. അപ്പോ പൗള ശരിക്കും കൺഫ്യൂസ്ഡ് ആയി. അതായത് ഇപ്പോ പൗള സത്യം മനസ്സിലാക്കി. അതായത്
ടെട്ടോ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ കളവാണ്. അവൻ വലിയ പണക്കാരന്റെ മകനാണ് എന്ന് പൗള മനസ്സിലാക്കി. അച്ഛനെ കണ്ട് വീണ്ടും പൗളയെ കാണെ തിരിച്ചു വന്ന ടെട്ടോ പിന്നെ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പൗളയാണ്. അതായത് ഹീറോക്ക് മനസ്സിലായി പൗള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന്. പൗള ഗുഡ് ബൈ പറഞ്ഞ് അവിടുന്ന് പോയി. എന്നാൽ പുള്ളിക്കാരി പോയതിനു ശേഷം നമ്മുടെ ഹീറോ അവിടെ തല കറങ്ങി വീഴുകയാണ്. അതായത് നേരത്തെ കുടിച്ച ഡ്രിങ്കിന്റെ എഫക്റ്റ് ആണ്. എന്തായാലും ഹീറോനെ ഇഗോർ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഹീറോ പൗളയെ കണ്ട് സംസാരിക്കാനായി പോവുകയാണ്. പൗള തിരിച്ച് തന്നെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ഹീറോ പറയാണ്, എന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. എല്ലാവരും എന്റെ അച്ഛന്റെ പണം കണ്ടാണ് സ്നേഹിച്ചത്. എന്നാൽ നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത് എന്ന് പൗളയോട് ഹീറോ പറയാണ്. എന്നാൽ നീ എന്നോട് ഈ കളവൊന്നും പറയണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോവുകയാണ്, ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്നും പറഞ്ഞ് പൗള നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. സോ ഗൈസ്, ഇനിയാണ് ട്വിസ്റ്റ് നടക്കാനായി പോകുന്നത്. അതായത് ഈ ദിവസമാണ് ട്രെയിനിങ് കഴിഞ്ഞ് ആർക്കാണ് ജോലി കിട്ടാനായി പോവുക എന്ന് അറിയുന്ന ദിവസം. അത് സെലക്ട് ചെയ്യുന്നത് കമ്പനി ഉടമയായ നമ്മുടെ ഹീറോയുടെ അച്ഛനായ ട്രെൻകോസ് തന്നെയാണ്. സോ ഹീറോക്ക് ജോലി കിട്ടിയാൽ റേഞ്ച് റോവർ മോണിക്കിന് കിട്ടും. അല്ല, ഇഗോറിനാണ് ജോലി കിട്ടുന്നതെങ്കിൽ റേഞ്ച് റോവർ ഇഗോറിന് തന്നെ കിട്ടും. ഇനി ഇവിടെ വേറെ കോമഡി എന്തെന്ന് വെച്ചാൽ അലാന മുതലാളിയോട് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കണം, ഇത് കമ്പനി മുതലാളിയുടെ സീറ്റാണ് എന്ന്. അതായത് അലാനയുടെ കണ്ണിലെ മുതലാളി ഇഗോറിന്റെ അച്ഛനായി അഭിനയിച്ച ആ വാച്ച്മാൻ ആണ്. അപ്പൊ ഡയറക്ടർ വന്ന് പറയാണ്, അലാന നീ എന്തായി പറയുന്നേ, ഇതാണ് മുതലാളി മിസ്റ്റർ ട്രെൻകോസോ. എന്തായാലും കൺഫ്യൂഷനോട് കൂടി അലാന അവരൊക്കെ സ്വാഗതം ചെയ്യുകയും സെലിയോ ജോലി കിട്ടിയ ആളുടെ പേര് ഒച്ചത്തിൽ വെളിപ്പെടുത്തി. അത് ടെട്ടോ ആണ്. അപ്പോ ടെട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവര് രണ്ടുപേരും എഴുന്നേറ്റു. ഹീറോ പറയാണ്, നിന്നെയാണ് വിളിച്ചത്, നീ പോയെന്ന്. അങ്ങനെ ഇഗോർ പോവുകയാണ്. ഇതൊക്കെ കണ്ട് ട്രെൻകോസ് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. അതായത് എന്റെ മകന്റെ പേര് വിളിച്ചപ്പോ എന്തിനാണ് ഇഗോർ വരുന്നത്? എന്നാൽ ഇഗോർ മൈക്കിൽ വന്നിട്ട് പറയാണ്, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാനല്ല ടെട്ടോ, എന്റെ പേര് ഇഗോർ എന്നാണ്, അതാണ് യഥാർത്ഥ ടെട്ടോ. അങ്ങനെ ടെട്ടോ സ്റ്റേജിൽ കയറിട്ട് പറയാണ്, അതെ ഞാനാണ് ടെട്ടോ, ഈ ജോലി ഞാൻ ഡിസേർവിംഗ് അല്ല, കാരണം ഈ ജോലി മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്തതാണ്. അതായത് മോണിക്കിനെ പുറത്താക്കിയിട്ടാണ് അച്ഛൻ ഈ ജോലി തന്റെ മകന് കൊടുക്കാനായി ഒരുങ്ങിയത്. അങ്ങനെ എല്ലാവരോടും സോറി പറഞ്ഞ് ടെട്ടോം ഇഗോറും അവിടുന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ അലാന ഇപ്പോ ഇഗോറിനെ ഒഴിവാക്കും എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. അലാന പറയാണ്, ഞാൻ നീ പണക്കാരനാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നിന്നെ ഇഷ്ടപ്പെട്ടത്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. അങ്ങനെ അലാനയും ഇഗോറും പ്രശ്നമൊന്നുമില്ല, അവര് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. എന്നാൽ ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ആർക്കാണ് റേഞ്ച് റോവർ കിട്ടുക എന്നതാണ്. അതിവിടെ ബാക്കിയായിട്ടാണുള്ളത്. അപ്പൊ ഹീറോ പറയാണ്, ഓക്കെ, ഈ റേഞ്ച് റോവർ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് ഈ റേഞ്ച് റോവർ വിറ്റുകിട്ടിയ കാശ് കൊണ്ട് അവർ ഒരു സംരംഭം തുടങ്ങി. അതായത് അവര് 4 പേരും പാർട്ട്നേഴ്സ് ആയിട്ട്. ഓക്കെ, അടുത്ത സീൻ അഥവാ ക്ലൈമാക്സിൽ കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷമുള്ള സംഭവമാണ്. അപ്പൊ അവര് തുടങ്ങിയ സംരംഭം വേറൊന്നുമല്ല, വീടുകളുടെ മുകളിൽ എല്ലാവരും തക്കാളി കൃഷിയാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ് അവര് 4 പേരും കൂടി ചേർന്ന് തുടങ്ങിയത്. അലാനയും ഇഗോറിനെയും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ ഹീറോനെ കാണാനായി പൗള വന്നിട്ടുണ്ട്. അതായത് അവരും പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്ത് അവരും ഒന്നിച്ചു. സോ ഇതാണ് റിച്ച് ഇൻ ലവ് എന്ന സിനിമയുടെ കഥ. കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.